കഴിഞ്ഞ ദിവസം നമ്മുടെ ആക്രമണത്തിന് ഇരയായവരാണല്ലോ ഇവർ. അപ്പോൾ ഇവരെ രക്ഷിച്ചെടുക്കേണ്ട കടമയും നമുക്കുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവർക്കൊരു ടോണിക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അപ്പോൾ അങ്ങനെ ഇവരെ ടോണിക് കൊടുത്ത് രക്ഷിക്കുന്നതിൻ്റെ മുൻപ് കുറച്ച് പുതിയ വിത്തുകൾ നമുക്ക് പാവാം. അപ്പോൾ അത് നമുക്ക് മോർണിംഗ് ഗ്ലോറിയുടെ വിത്തുണ്ട്, പിന്നെ കുറച്ച് പച്ചക്കറി തൈകളുടെ വിത്തുകളുണ്ട്, അതുപോലെ തന്നെ വെർബീനയുടെ വിത്തുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ മണ്ണും മണലും കൂടിയിട്ടുള്ള മിക്സിങ്ങിലാണ് നമ്മൾ ഇപ്രാവശ്യം പാകി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ പാകി സെറ്റാവാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടോണിക്കിൻ്റെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ അവർക്ക് ഹെൽത്തി ഡ്രിങ്കായിട്ട് കൊടുക്കുന്നത് ഒരു 2 ദിവസത്തെ ചായപ്പൊടി, അതുപോലെ തന്നെ ഒരു പഴുത്ത പേരക്കായ ഉണ്ടായിരുന്നു, അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ചുവന്നുള്ളിയുടെ തൊലി, പിന്നെ 2 മുട്ടയുടെ തൊണ്ടും. ഇത്രയും കൂടിയിട്ട് ഒരു കപ്പ് ഒരു 750 മില്ലി ഉണ്ടാവും കേട്ടോ. അത്രയും പോകുന്ന ഒരു കപ്പ് പുളിപ്പിച്ച കഞ്ഞിവെള്ളം കൂടി എടുത്തിട്ട് അതിൽ നമ്മൾ മിക്സിയിൽ വെച്ച് അരച്ച് എടുത്തിട്ട് അതിൽ 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് അതാണ് നമ്മൾ അവർക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബാൾസം ചെടികളൊക്കെ പല കളറിൽ പൂവിട്ട് നമ്മുടെ തോട്ടമൊക്കെ നല്ല കളർഫുള്ളായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹൈബ്രിഡ് ബാൾസം പണി തന്നാലും നാടൻ ബാൾസം നല്ല ഉഷാറിലാണ് കേട്ടോ വരണത്. അതുപോലെ ഇന്ന് നമ്മൾ ആക്രമിച്ചത് ഇവരൊക്കെയാണ്. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കെമിക്കൽ ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തപ്പോഴാണല്ലോ നമുക്ക് പണി കിട്ടിയത്. അപ്പോൾ നമ്മൾ കുറച്ച് പേടിച്ചിട്ടേ ഇനി അത് എടുക്കുള്ളൂ. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ കൊടുത്തത് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടിയിട്ട് നമ്മൾ കഷ്ടി ഒരു 1.5 മാസത്തോളമായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കമ്പോസ്റ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം നനച്ച് അടച്ചു വെച്ചു എന്ന് മാത്രം. അപ്പോൾ അവരുടെ ആ ഒരു ഡൈജഷൻ പ്രോസസ്സൊക്കെ അവരൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിടില്ല. അപ്പോൾ ആ ചൂടൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു 20 ഗ്രാം വെച്ചിട്ട് എല്ലാ ഗ്രോ ബാഗിലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടിയിട്ടുള്ള മിക്സ് കേട്ടോ, എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും രണ്ടും കൂടിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കരിയില കമ്പോസ്റ്റും അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുകളിൽ കുറച്ച് വലിയ ചെടികളുണ്ട്, മിറാക്കിൾ ഫ്രൂട്ട്, അതുപോലെ തന്നെ കിങ്ങിണിച്ചാമ്പ, പിന്നെ നമ്മുടെ സീതപ്പഴത്തിലൊക്കെ ഇപ്രാവശ്യം നല്ലോണം പൂവ് വന്നിട്ടുണ്ട്. പക്ഷെ പൂവ് വന്നാലും എല്ലാ പൂവൊന്നും നമുക്ക് പിടിച്ച് കിട്ടാറില്ല. ഒരു 5-6 സീതപ്പഴമൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ അത് ഇപ്രാവശ്യം ആദ്യത്തെ സീതപ്പഴം ട്രിപ്പ് ഉണ്ടാവൽ കഴിഞ്ഞതാണ്. ഇതിപ്പോൾ നമ്മളൊന്ന് വെട്ടിക്കൊടുത്തപ്പോൾ ആൾ രണ്ടാമതും പൂത്തിട്ടുണ്ട്. സീതപ്പഴം അതുപോലെയുള്ള ആത്തച്ചക്ക, പേര അതൊക്കെ നമ്മൾ പ്രൂൺ ചെയ്യണതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് പൂവും കായൊക്കെ പിടിക്കുക. അപ്പോൾ ഇതും ഇപ്രാവശ്യം ഒരു 3-4 കായൊക്കെ ഇതുവരെ പിടിച്ചിട്ടുണ്ട്. ഇനിയും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പിടിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്കും നമ്മൾ ഈ വളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇതൊന്ന് കുറേശ്ശെ ഉണക്കം വന്നതായിരുന്നു, പക്ഷെ അവരൊക്കെ ഇപ്പോൾ തളിർത്ത് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രീൻ ടീ കൊടുത്തവരാണ് ഇവർ. അവർക്കൊരു സ്പെഷ്യൽ ഉഷാറൊക്കെ കാണാനുണ്ട്. അപ്പോൾ എന്താണ് ഇന്നത്തെ പണികൾ. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുമ്പോൾ പുളിപ്പിച്ചിട്ട് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് വലിയ കാര്യമായിട്ടുള്ള കരുതൽ വേണ്ടൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും അവർ വരുത്തില്ല കേട്ടോ. അതേസമയം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു ടെസ്റ്റ് ഡോസ് അടിച്ചു നോക്കിയിട്ട് കൊടുക്കുന്നതാണ് നമുക്ക് സേഫ് കേട്ടോ. നമുക്ക് മാത്രമല്ല ചെടികൾക്കും സേഫ്. അപ്പോൾ അവരുടെ ആരോഗ്യം നമ്മുടെ മുഖ്യ പരിഗണനയാണല്ലോ. അപ്പോൾ അടുത്ത ദിവസം ലോങ് വീഡിയോയിലും ഷോർട്ട് വീഡിയോയിലും വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബായ്.